കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തെ ജനതാ പാർട്ടികളുടെ ലയന നീക്കം പാളി എന്നതാണ് വാർത്ത. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി JDS-നകത്ത് നിലനിൽക്കുന്ന തർക്കമാണ് ഇതിന് തടസ്സമാവുന്നത്. 2.5 വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടുണ്ട് മാത്യു ടി തോമസ് നടത്തുന്ന വാദങ്ങളെ കൃഷ്ണൻകുട്ടി പക്ഷം അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അത് തർക്കങ്ങൾക്ക് ഇടവെക്കുകയാണ്. ഒപ്പം തന്നെ പാർലമെന്ററി ബോർഡ് ചെയർമാൻ, പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനങ്ങളിൽ ഒന്നും വേണമെന്ന LJDയുടെ ആവശ്യത്തിനും തീരുമാനമായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേരളത്തിലെ 2 ജനതാ പാർട്ടികളും ഭരണമുന്നണിയുടെ ഭാഗമാണ്. ഒറ്റ പാർട്ടിയായി മുന്നണി നിൽക്കണമെന്ന താൽപര്യം പലതവണ CPI നേതൃത്വം ഇരു പാർട്ടികളെയും അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റും സർക്കാരിൽ കൂടുതൽ പദവി ലഭിക്കാത്തതിന് തടസ്സവും ഇതാണെന്ന് ജനതാ പാർട്ടി നേതൃത്വങ്ങൾ വിലയിരുത്തിയിട്ടുമുണ്ട്. അതിനാലാണ് പലതവണ മാറ്റിവെച്ച ലയന നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമം തുടങ്ങിയത്. 2 പാർട്ടികളുടെയും സംസ്ഥാന ഭാരവാഹി യോഗങ്ങൾ ചേർന്ന് ലയനത്തിന് പച്ചക്കൊടി കാട്ടി. ലയന ഉപാധികളിലും ഏകദേശ ധാരണയായി. മാതൃപാർട്ടിയായ ജനതാദൾ എസിൽ LJD ലയിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഇപ്പോൾ ലയന നടപടികൾ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാണ്. അധികാര സ്ഥാനങ്ങൾ സംബന്ധിച്ച് JDS-ലെ തർക്കമാണ് പ്രധാന കാരണം. ആദ്യ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം മാത്യു ടി തോമസും K കൃഷ്ണൻകുട്ടിയും പങ്കിട്ടെടുത്തിരുന്നു. ഇത്തവണയും ആ ധാരണ നിലവിലുണ്ടെന്നാണ് മാത്യു ടി തോമസ് അനുകൂലികളുടെ വാദം. എന്നാൽ കൃഷ്ണൻകുട്ടി വിഭാഗം ഇത് അംഗീകരിക്കുന്നില്ല. ലയിച്ച് ഒറ്റ പാർട്ടിയായാൽ മാത്യു ടി തോമസിന്റെ അവകാശവാദത്തിന്റെ ശക്തി കുറയുമെന്ന് കൃഷ്ണൻകുട്ടി കരുതുന്നു. LJDയിൽ നിന്ന് വരുന്നവർക്ക് മാത്യു ടിയേക്കാൾ താല്പര്യം കൃഷ്ണൻകുട്ടിയോടാണ് എന്നതുതന്നെ കാരണം. മാത്രമല്ല, അവർക്കൊപ്പമുള്ള MLA KP മോഹന്റെ പിന്തുണയും കൃഷ്ണൻകുട്ടിക്ക് ലഭിക്കും. ഇത് മനസ്സിലാക്കിയാണ് ലയനം പരമാവധി വൈകിപ്പിക്കാൻ മാത്യു ടി തോമസ് ശ്രമിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷ പദവി കഴിഞ്ഞാൽ പാർലമെന്ററി പാർട്ടി ബോർഡ് ചെയർമാൻ, പാർലമെന്ററി പാർട്ടി നേതാവ്, സെക്രട്ടറി ജനറൽ സ്ഥാനങ്ങളാണ് ജനതാ പാർട്ടികളിൽ പ്രധാനം. ഇതിൽ പാർട്ടി അധ്യക്ഷൻ, പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനങ്ങളിൽ JDS-ൽ ഇപ്പോൾ മാത്യു ടി തോമസ് ആണ്. പാർലമെന്ററി പാർട്ടി സ്ഥാനം KP മോഹന് വേണ്ടി LJD ആവശ്യപ്പെടുന്നുമുണ്ട്. അത് വിട്ടു നൽകാൻ മാത്യു ടി തോമസ് തയ്യാറല്ല. പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനം നിലനിർത്താനാണ് മാത്യു ടിക്ക് താല്പര്യം. അതിലൂടെ മന്ത്രിസ്ഥാനവും അദ്ദേഹം ലക്ഷ്യമിടുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ JDS ആർക്കൊപ്പമെന്ന വലിയ ചോദ്യവും ജനതാ പാർട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ദേവഗൌഡ BJPക്കൊപ്പം പോയാൽ സംസ്ഥാനത്തെ 2 ജനതാ പാർട്ടികളെയും അത് പ്രതിസന്ധിയിലാക്കും. ലയനം വൈകാൻ ഒരു കാരണമായി ഇതും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ജനതാ പാർട്ടിയുടെ ലയനം. പക്ഷേ അത് സാധ്യമാവുന്നില്ല, തർക്കത്തിൽ പോകുന്നു എന്നതാണ് സാഹചര്യം. VV അരുൺ തന്നെ നമ്മോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അരുൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നടക്കും ലയനം, ഇപ്പോൾ നടക്കും എന്നത് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പക്ഷേ JDS-നും LJDക്കും ലയനം സാധ്യമാവുന്നില്ല. ആ തർക്കം പലതരത്തിൽ നീണ്ടുപോകുന്നു. ഏറ്റവും ഒടുവിൽ വരുന്നത് അരുണിന്റെ റിപ്പോർട്ട് അനുസരിച്ച് JDS-ലെ അധികാര തർക്കം നിലവിൽ ഈ ലയനത്തെ തന്നെ ബാധിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിന്റെ തുടർ നീക്കം ഇനി എങ്ങനെയാണ് ഉണ്ടാവുക? ലയന നീക്കത്തിന് ഇനി അങ്ങോട്ട് സാധ്യതയുണ്ടോ അരുൺ? ലയനം അനിവാര്യമാണ് ഇരു പാർട്ടികൾക്കും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും ആവശ്യപ്പെടണമെങ്കിൽ ലയിച്ച് ഒറ്റ പാർട്ടിയാകണം. CPM നേതൃത്വം വളരെ മുമ്പ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CPM നേതൃത്വം ഇവരോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ് അന്ന് ലയനം നീണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ലയനം സാധ്യമാകണമെന്ന ഒരു വാശിയോടുകൂടി തന്നെയാണ് ഇരു പാർട്ടികളുടെ നേതൃത്വവും ലയനം എന്ന ഒരു ചർച്ചകളിലേക്ക് സജീവമായി കടന്നത്. ലയന ഉപാധികളിലും 90% ധാരണയായതാണ്. പക്ഷേ അപ്പോഴാണ് LJDയിലെ ഒരു തർക്കം. കാരണം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് 5 വർഷം എന്നത് പകുതി വീതമാണ് മാത്യു ടി തോമസും K കൃഷ്ണൻകുട്ടിയും മന്ത്രിസ്ഥാനത്ത് തുടർന്ന്. ആദ്യം മാത്യു ടി മന്ത്രി, അദ്ദേഹം പിന്നീട് മാറിക്കൊടുക്കുന്നു. പക്ഷേ ഇത്തവണയും അത്തരം ഒരു ധാരണയുണ്ടെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഈ മന്ത്രിസ്ഥാനം നടക്കുമ്പോൾ തന്നെ മാത്യു ടി തോമസ് വിഭാഗം പ്രചരിപ്പിച്ചിരുന്നു. അന്ന് തന്നെ കൃഷ്ണൻകുട്ടി വിഭാഗം തള്ളിക്കളയാണ്. ഇപ്പോഴും ആ ഒരു ധാരണ ഉണ്ടെന്ന നിലപാടിൽ തന്നെയാണ് മാത്യു ടി തോമസ് വിഭാഗം. അതുകൊണ്ട് 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം മാത്യു ടിക്ക് നൽകണം, ഇതാണ് അവരുടെ ആവശ്യം. നിലവിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മാത്യു ടി തോമസ്.
പാർലമെന്ററി പാർട്ടി നേതാവ്, സാധാരണഗതിയിൽ മന്ത്രിമാരാണ് പാർലമെന്ററി പാർട്ടി നേതാവായി വരാറുള്ളത്. പക്ഷേ ഇത്തവണ ആ ഒരു പദവി കൂടി അദ്ദേഹം നൽകിയിരുന്നു. ഈ സ്ഥാനങ്ങളിൽ ഒന്ന് വിട്ടുകൊടുക്കണം, സ്വാഭാവികം വിട്ടുകൊടുക്കേണ്ടി വരുന്നത് പാർലമെന്ററി പാർട്ടി നേതാവാണ്. അത് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. മാത്രമല്ല LJD വരുമ്പോൾ ചില സ്ഥാനങ്ങൾ സംബന്ധിച്ച് തർക്കവും സജീവമായി തന്നെ നിലനിൽക്കുന്നു. പാർലമെന്ററി ബോർഡ് ചെയർമാനോ പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനമോ ഒന്ന് വേണമെന്ന് LJD ആവശ്യപ്പെടുന്നു. അതും മാത്യു മാറിക്കൊടുക്കേണ്ട നിലപാടാണ് കൃഷ്ണൻകുട്ടി വിഭാഗത്തിനുള്ളത്. LJD നേതാക്കൾ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഒരു മമതയുള്ളത്, മാനസിക ഐക്യമുള്ളത് കെ കൃഷ്ണൻകുട്ടിയുമായാണ്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ ലയന ചർച്ചകൾ മാത്യു വിഭാഗം വൈകിപ്പിക്കുന്നത്. പരമാവധി ലയനം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് മന്ത്രിസ്ഥാനത്തിലുള്ള തർക്കം പ്രധാന കാരണം. അവസാനമായ ഒരു കാരണം കൂടിയുള്ളത് ദേവഗൌഡയുടെ നിലപാട് കർണാടക തെരഞ്ഞെടുപ്പിലും അതിനുശേഷം ദേശീയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ദേവഗൌഡ നിലപാട് എന്താ ഇരു പാർട്ടി നേതൃത്വങ്ങൾക്കുമുണ്ട്. കാരണം ദേവഗൌഡ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ അതിലൊരു വിഭാഗമെങ്കിലും BJPക്കൊപ്പം പോകാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ ആ ഒരു പാർട്ടി ഇവിടെ മുന്നണിയിൽ തുടരുമെന്നൊരു ചോദ്യം കൂടി ഈ പാർട്ടികൾക്ക് മുന്നിലുണ്ട്. അത്തരത്തിൽ പല വിഷയങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് ആദ്യം സൂചിപ്പിച്ച പോലുള്ള മാത്യു തോമസിന്റെ മന്ത്രി പദവി എന്ന ആവശ്യമാണ്. അതിലാണ് ഈ ഇത്തരത്തിൽ ഈ ലയനം നീണ്ടുപോകുന്നത്. അരുണ, ഒരു കാര്യം കൂടി, LJDയെ ഇടതു മുന്നണിയിൽ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ധാരണ നിശ്ചിത കാലയളവിനുള്ളിൽ ഇരു പാർട്ടികളും ലയിച്ച് ജനതാ പാർട്ടികളുടെ ലയനം സാധ്യമാവണം, എങ്കിൽ മാത്രമേ ഇടതു മുന്നണിയിൽ ഇടമുണ്ടാകൂ എന്നൊരു മുന്നറിയിപ്പ് CPM നേതൃത്വമൊക്കെ നൽകിയിരുന്നല്ലോ. അന്നത് വാർത്തയിലൊക്കെ വന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ഈ ലയനം പല കാരണങ്ങളാൽ നീണ്ടുപോകുന്നത് ഇടതു മുന്നണിയിലെ ഇരു പാർട്ടികളുടെ നിലനിൽപ്പിനും വെല്ലുവിളി ഉണ്ടാവില്ലേ? ഒന്ന്. മറ്റൊന്ന്, CPM നേതൃത്വമടക്കം ഈ വിഷയത്തിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കാനും സാധ്യതയില്ലേ അരുൺ? തീർച്ചയായും സമാന സ്വഭാവമുള്ള സമാന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണം. അത് ജനതാ പാർട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ കാര്യത്തിലും CPM നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഈ ചർച്ചകളിൽ അധികാര പദവികൾ പങ്കിടുന്നതിലൊക്കെ അത് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് CPM നേതൃത്വം പലതവണ പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും ഈ നിലപാട് ശക്തമായി ആവർത്തിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്വാഭാവികമായും ഈ രണ്ട് പാർട്ടിയായി നിന്നാൽ ആർക്കും സീറ്റ് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. CPM നേതൃത്വത്തിന്റെ കർശന നിലപാട് ഈ ലയനം എന്ന ആവശ്യം വേഗത്തിലാക്കാൻ ഇരു പാർട്ടികളെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഇത്തരത്തിൽ ഈ അധികാരത്തെ ചൊല്ലിയുള്ള തർക്കം, അതും JDS-നുള്ളിൽ തന്നെ തർക്കമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത്. കൃഷ്ണൻകുട്ടി വിഭാഗം ഈ ലയനം നീണ്ടുപോയാൽ അവർക്കുമുള്ള ഗുണം എന്ന് പറയുന്നത് അവർക്ക് അധികാരം തുടരാനാകും, പക്ഷേ മന്ത്രിസ്ഥാനം തുടരാനാകും. പക്ഷേ മാത്യു തോമസ് അത് കണക്ക് കൂട്ടുന്നത് LJD ഇപ്പോൾ ലയിച്ചു കഴിഞ്ഞാൽ പിന്നീട് കൃഷ്ണൻകുട്ടിക്ക് നിയമസഭയിൽ അവരെ പാർലമെന്റ് പാർട്ടി അടക്കം ഒരു ഭൂരിപക്ഷം ഒരു MLA കൂടി വരുമ്പോൾ സ്വാഭാവികമായും KP മോഹനൻ കൃഷ്ണൻകുട്ടിക്കൊപ്പം നിൽക്കുന്ന ആളാണ്, നേരത്തെ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെയും തന്റെ അവസരം നഷ്ടപ്പെടുന്ന ഒരു ആശങ്ക മാത്യു തോമസിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ CPM നേതൃത്വത്തിന്റെ ഒരു കർശന നിലപാട് അവർക്ക് തിരിച്ചടിയാണ്. എത്രയും വേഗം ലയനമെന്ന നിലപാട് CPM ആവർത്തിച്ചാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോംവഴികൾ കണ്ടെത്തി സമവായം കണ്ടെത്തി അധികം വൈകാതെ ലയിക്കേണ്ടി വരും. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും JDS ജനതാ പാർട്ടികളുടെ ലയനം അത് നീണ്ടുപോകുന്നു. ഇടതു മുന്നണിയിലെ ഇരു പാർട്ടികളുടെയും നിലനിൽപ്പിന് പോലും വെല്ലുവിളി ഉയർത്തുന്ന തർക്കമായി അത് മാറുന്നു. ഒപ്പം CPM നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ടും JDS രാഷ്ട്രീയം, ജനതാ പാർട്ടികളുടെ രാഷ്ട്രീയം നിർണായകമാണ്. മുമ്പും ഈ തർക്ക വിഷയങ്ങളൊക്കെ ഉയർന്നത്. എന്തായാലും അത് വീണ്ടും പ്രതിസന്ധിയിലാകുന്നു എന്നതാണ് BB അരുൺ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.